Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammad. ശ്രോതാക്കളെ, നമ്മുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായി നടക്കുന്ന ഒരു വിഷയമാണ് മുദബ്ബിറുൽ ആലം മടവൂർ മഹാനര്. അവർക്ക് കൈകൊണ്ടൊന്നും ഇല്ലൊന്നും. ഇത് സംബന്ധമായി പലതും സംസാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇൽമുൽ ബഹറാവുന്ന മഹാനര് അവരുമായി ഉള്ള വിഷയങ്ങൾ സംസാരിച്ച് തീർക്കാൻ ഇപ്പം തൽക്കാലം ഒരു മനുഷ്യക്കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കഴിയും. അവരെ നമ്മൾ കണ്ടു കിട്ടണ്ടേ? ശരിക്കും പറയാം, ഇവിടെ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിച്ചു പോരണം. അപ്പം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായതൊക്കെ ചെയ്യുക തന്നെ വേണം. ഞാൻ ആദ്യമായി പറയട്ടെ, ഹുസൈൻ സലഫി ട്രോളാക്കുന്നുണ്ട് ചില വിഷയങ്ങൾ. അതുപോലെ തന്നെ മൻസൂർ മണ്ണാർക്കാട്, അമീർ ഒതുക്കുങ്ങൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഹുസൈൻ മടവൂര്, ചില ആളുകളൊക്കെ അങ്ങനെ ട്രോളാക്കൽ തുടങ്ങി ഭയങ്കരമായിട്ട്. കാരണം എന്താ വെച്ചാൽ, ഇത്രയും ഞങ്ങൾ എതിർത്ത ആളുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കൽ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് ഇനി നിലനിൽക്കൂല, ഞങ്ങൾ പറഞ്ഞതാണ് സത്യം എന്നുള്ളത് ഒരു ട്രോളാക്കൽ തുടങ്ങി. ഓരോ രഹസ്യയോഗങ്ങളിലും അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും. അപ്പോൾ അവരിറങ്ങി തിരിച്ച് ആവേശത്തിലാണ്. എന്നാൽ അങ്ങനത്തെ വിധേയികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മക്കാ മുശ്രിക്കീങ്ങൾ ഇങ്ങനൊക്കെ ഒന്ന് കുറച്ച് പറഞ്ഞുണ്ടാക്കിയിരുന്നു. അത് നിങ്ങൾക്കറിയാത്ത ഞങ്ങൾ കൂട്ടിയാൽ കൂടൂല. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയാതെക്കാൻ പാടില്ല ചില വിഷയങ്ങൾ സംസാരിക്കൽ നിർബന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജുമായി ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് വിഷയം പറഞ്ഞപ്പം പെട്ടെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ പറഞ്ഞത്? ഞാൻ വിശ്വസിച്ചു എന്നാണ്. എപ്പോഴാണിത് സംഭവം നമ്മൾക്കൊക്കെ അറിയാലോ. ഒരു വിമാനം പോലും കണ്ടെത്തിയിട്ടില്ല. അന്നേരം ഏയാൻ ആകാശം വിട്ടുകടന്നെന്നൊക്കെ പറഞ്ഞാൽ അന്നേത്തെ വിധേയികളാകുന്ന കുഫാറിൻ്റെ അയലുകാരമാകുന്ന അബൂജാഹിലും പോലത്തെ അബൂജാഹിലും സിങ്കിടികളും ആഘോഷം ഉൾക്കൊള്ളുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ അതിനേക്കാണ് വലിയ പ്രശ്നമൊന്നും ഇപ്പം നടക്കുന്നില്ല. പിന്നെ വേറൊന്ന്, ഏതോ വലിയ ആളെ നമ്മൾ കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാൽ നിങ്ങൾക്ക് വെറുതെ തോന്നണ്ട. ഇബ്നു സക്കൻ്റെ ചരിത്രം നമുക്കറിയാം. നമ്മളാരെയും കൂട്ടിപ്പറയുകയല്ല. അതുകൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്ത് ഒരു കാലഘട്ടത്തിലും തകർന്നു പോയിട്ടില്ല. ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൽആനും, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ പോലത്തെ ആളുകൾ, പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും മേലെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബായി നിന്നിരുന്ന ഒരു വ്യക്തി അവസാനം മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രേഖാമൂല പിന്നെ മൂപ്പര പ്രഖ്യാപനം. കാരണം എരിയത്തുള്ള ആളാണ്, ഒക്കെ കേട്ടുകൊണ്ട് നിന്ന ആളാണ്, എഴുതി വെക്കുന്ന ആളാണ്. എന്നിട്ട് പോലും ഇവിടെ സുന്നത്ത് ജമാഅത്തിനൊന്നും പറ്റിപ്പോയിട്ടില്ല. നിങ്ങൾ ട്രോളാക്കണ്ട, ട്രോളാക്കി നിങ്ങൾ കുടുങ്ങുകയുള്ളൂ. എത്ര വലിയവൻ തന്നെ മാറ്റി പറഞ്ഞാൽ പോലും ദീനുൽ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിന് പോറലേൽക്കൂല. അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ. ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമുക്ക് പല ആളുകളും ഇങ്ങനെ എപ്പിസ്താവിൻ്റെ കൂടെയുള്ള ആൾ പോയി എന്ന് പറഞ്ഞ് നടന്നിരുന്നു പോവുകയും ചെയ്തിരിക്കണം. എന്നിട്ട് ഇവിടെ എന്തോ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല, ഉണ്ടാകുകയില്ല. സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹു തആല സംരക്ഷിക്കും. അതേ അവസരത്തിൽ ഈമാനില്ലാത്ത ആളുകളെ അല്ലാഹു തആല തള്ളുകയും ചെയ്യും. അത്രേ അത് സംബന്ധമായിട്ട് അത്രേ പറയേണ്ടതുള്ളൂ. നിങ്ങൾ ട്രോളാക്കണ്ട, നടക്കൂല പണി. ഇനി വേറൊന്ന് ഞാൻ പറയട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തരം താഴ്ത്തി, എല്ലാ മഹാന്മാരെയും തരം താഴ്ത്തിയിട്ട് സ്വയം കറാമത്ത് പറഞ്ഞെടുക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടു.
സ്വയം കറാമത്ത് നല്ലോണം പറയും. പൊതു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ സ്വയം കറാമത്ത് ഇങ്ങനെ പറഞ്ഞിട്ടത് ഞാൻ ആരോടും പറയില്ല എന്നും പറയും. 10,000 ആളെ മുമ്പിൽ വെച്ചിട്ട് സ്വയം കറാമത്തായിട്ട് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ ഇതാരോടും പറയില്ല. അതുകൊണ്ട് തന്നെ വിവരക്കേടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊരു ലോക വിവരക്കേടാണ്. പണ്ടെടുത്ത പറഞ്ഞാൽ ഞാൻ 6 ഹജ്ജ് ചെയ്തിരിക്കണം, ഞാൻ ഇതാരോടും പറയില്ല എന്നതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ വിഷയം. ആരാണെന്ന് അറിയില്ല, അങ്ങനെ നേരത്തെ ഒരാൾ പറഞ്ഞേ കേട്ട. പിന്നെ അടിസ്ഥാനപരമായി ചില വിഷയങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ആര് തന്നെ ആയാലും ശരി, എത്ര വലിയോനായാലും ശരി, ആരായാലും ശരി, സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന വാക്കോ പ്രവൃത്തിയോ നടന്നാൽ എതിർക്കുക തന്നെ ചെയ്യും. നേരത്തെ എന്തൊക്കെ ചെയ്തിരിക്കുന്നോ ഇല്ലേ അത് വേറെ വിഷയം. നേരത്തെ മടവൂർ മഹാനരെ സിയാറത്തും ചെയ്ത് പുറത്ത് വന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു 60-65 വയസ്സ് തോന്നിപ്പിക്കുന്ന 2 സഖാഫിമാരാണെന്ന് തോന്നുന്നു പറയുന്നു. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അവർ അന്യോന്യം പറയുകയാണ്. എൻ്റെ മുമ്പെന്നാണ് കല്ലാച്ചി ഉസ്താദ് പറഞ്ഞത്. ഒരു വ്യക്തിനെ പറ്റി പറഞ്ഞ ആളെ പേര് തിരിഞ്ഞില്ല, ആരാണെന്ന് തിരിയൂല. ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അന്നേരം കേട്ടുന്നിട്ട്. പക്ഷെ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ സംസാരം നിർത്തുകയാണ് ചെയ്തത്. അവർ വിശാലമായി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ്സിന് കാത്തിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നു, ഇവനോടല്ലേ കല്ലാച്ചി ഉസ്താദ് പറഞ്ഞത് അന്ന് തന്നെ നന്നാക്കൽ ജോറ് വടക്കാൽ ബാറ് എന്ന്. അപ്പോൾ അവർ സൂചിപ്പിച്ചത് ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് നേരത്തെ വിവരങ്ങൾ കിട്ടും എന്നതിലേക്കാണ് അവർ സൂചിപ്പിച്ച് നേരിട്ട് സംസാരിക്കുന്നത്. ഇബ്നു സക്ക പഴച്ചു പോകുന്നതിൻ്റെ എത്രയോ മുമ്പേ, അന്ന് ഇസ്ലാം ദീനിന് വേണ്ടിയിട്ട് ഘോരം പ്രവർത്തിക്കുന്ന സമയത്താണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളും ഇബ്നു സക്കയും വേറൊരു പണ്ഡിതനും കൂടി അവിടെ അന്നൊരു വലിയുണ്ടെന്ന് കേട്ടിട്ട് കാണാൻ പോകുന്നത്. ഇബ്നു സക്ക ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ സ്വീകരിക്കാനൊന്നും പോവുകയല്ല, ഞാൻ പരിശോധിക്കാൻ പോവുകയാണെന്ന്. കാരണം കിതാബിൽ അതിന് മാത്രം കഴിവ് ഇവനുണ്ട്. അപ്പോൾ ഇവന് തോന്നി ഞാൻ തന്നെ വലിയെന്ന് തോന്നിയിട്ട് പറഞ്ഞു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത് മറ്റൊന്നാണ്, ഞാനൊരു മഹാനെ കാണാൻ പോവുകയാണ്. അതെല്ലാം അവിടെ എത്തുമ്പോഴേക്കും മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ അങ്ങേയറ്റം ആദരവോടെ സ്വീകരിച്ചിരുത്തെങ്കിൽ ഇബ്നു സക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ മുഖത്ത് നിന്ന് തീ കാണുന്നുണ്ടെന്ന്. അവസാനം ഇബ്നു സക്ക ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തുപോയി ചത്തുപോവുകയല്ലേ ചെയ്തത്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര ആളുകൾ. അപ്പം അതുകൊണ്ട് തന്നെ പ്രവർത്തനം കണ്ടൊന്നും ഒരാളെയും വിലയിരുത്താൻ പാടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. എത്രയെത്ര ആളുകൾ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബത്തെ ഇക്റാമ വന്ന് പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തി വളരെ ഭംഗിയേറെ ഈമാനി ആവേശത്തിൽ അതാ യുദ്ധം ചെയ്യുന്നു, ഇത്ര നല്ലൊരു യുദ്ധം ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ഉടനെ പറഞ്ഞു, ഓൻ തീയിലേക്കുള്ളതാണ്, ആ നരകത്തിലേക്കുള്ളതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്തത്. ഇവർക്ക് അത്ഭുതപ്പെട്ടു പോയി. അന്നേരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് സഹാബത്തെ ഇക്റാമ ശ്രദ്ധിച്ചു, എന്താണ് ഈ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടത് ഒരു വെട്ട് കുടുങ്ങിയിട്ട് ശരീരത്തിന് പരിക്ക് പറ്റിയപ്പോൾ വേദന വന്നപ്പോൾ സ്വന്തം വാള് താഴെ വെച്ചിട്ട് കമിഴ്ന്ന് കടന്ന് ചത്തുകളയുകയാണ് ചെയ്തത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രവർത്തനത്തിൻ്റെ രൂപം കണ്ടൊന്നും നമ്മൾ തൽക്കാലം ആരെയും വിലയിരുത്തണ്ട. പ്രവർത്തനം ഉണ്ടെന്നും നോക്കേണ്ടതില്ല, ഇല്ലെന്നും നോക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിനെ എങ്ങനെ അവർ കൊണ്ടു നടക്കുന്നു, അവരെ ശരീരത്തിൽ എങ്ങനെ പകർത്തുന്നു, എങ്ങനെ അവർ നടക്കുന്നു, എന്താണ് അവർ ചെയ്യുന്നത്, ഇതാണ് സൂക്ഷിക്കേണ്ടത്. സംസാരങ്ങൾക്കാണ് ഇവിടെ ആവശ്യം, പ്രവർത്തനത്തിൽ നിന്നാണ് നോക്കേണ്ടത്. അല്ലാതെ പ്രവർത്തനം ഒന്നും വിശ്വാസം മറ്റൊന്നും ആയി മാറിയാൽ അത് അപകടം വരുത്തും. ഞാനാണ് വലിയവനെന്ന് തോന്നിപ്പോയാലും അപകടം വരുത്തും. ഇതൊക്കെ അപകടമാണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, നേരത്തെ കല്ലാച്ചി ഉസ്താദ് പറഞ്ഞ കഥ ഈ 2 സഖാഫിമാർ ആടെ ഇരുന്ന് പറയുകയാണ്. എൻ്റെ മുമ്പെന്നാണ് പറഞ്ഞത്, അവനോട് മോത്ത് നോക്കിയാ പറഞ്ഞത്, നന്നാക്കൽ ജോറ് വടക്കാല് ബാറ് എന്നിട്ട് അവൻ തന്നെ പ്രസംഗിക്കുകയും ചെയ്തിക്കണം. പിന്നീട് അവനിൽ നിന്നുണ്ടായത് മുഴുവനും ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്. പക്ഷേ അതിലിടപെട്ടാലൊക്കെ നമുക്ക് വിജയിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിലെങ്ങാനും നമ്മോട് വെറുപ്പ് തോന്നിപ്പോയാൽ പിന്നെ എൻ്റെ ആഹ്റം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതെ സംസാരിക്കാത്തത്.
എത്രയോ ആളുകൾക്ക് ഈ വിഷയത്തിൽ വേദനയുണ്ടെന്ന് അവർ അന്യോന്യം പറയുകയാണ്. ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് പറയാനോ അല്ല ഇടപെടാനോ അതിൽ ക്രോസ് ചെയ്യാനോ ഒക്കെ കഴിയും. പക്ഷേ ഉസ്താദിൻ്റെ അടുത്ത് ഇവർ പോയി കളവ് പറഞ്ഞു കൊടുത്തിട്ട് അവർ ഉസ്താദിനെ പിടിച്ചിരുത്തിക്കാണ്. ഉസ്താദിനെ പിടിച്ചിരുത്തിക്കുക. ഉസ്താദിൻ്റെ കാലഘട്ടം 70, ഉസ്താദിൻ്റെ 75-80 വയസ്സ് വരെ നല്ല നിലക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഉസ്താദിൻ്റെ പ്രവർത്തനമൊക്കെ നിയന്ത്രണ വിധേയത്തിലാണ് ഇപ്പോൾ പോകുന്നത്. എന്നാലും ഉസ്താദ് അതാ കിട്ടുന്നിടത്ത് വെച്ച് ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദിന് നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് ഇവരുടെ ശല്യമാണ്. എരിയത്ത് പോകാൻ കഴിയില്ല, പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂല, പലതും പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ അവർ പിടിച്ച് പുറത്താക്കും. അപ്പോൾ ഇവർ കുറച്ചാളുകൾ ഇരുന്നിട്ട് ഉസ്താദിൻ്റെ നിയന്ത്രണ വലയത്തിലാക്കിയതാണ്. ഉസ്താദിൻ്റെ പൊരുത്തക്കേട് സംഭവിച്ചുകൂടാ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനെ പ്രതികരിക്കുമായിരുന്നു എന്ന് അവർ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ആരാണ് ആളെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. ഇങ്ങനെ അവർ വിശാലമായിരുന്നു. എന്തെല്ലാം അവർ അന്നേരം പറഞ്ഞത്. ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ചില വർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേദനയോടുകൂടെ സംസാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനേക്കാണ് അപ്പുറം സുന്നത്ത് ജമാഅത്തിൻ്റെ ഇസ്സത്ത്, സുന്നത്ത് ജമാഅത്ത് അത് ആരിഫീങ്ങളായ ഔലിയാക്കളെ പൂർണ്ണമായും പുകഴ്ത്തി സംസാരിക്കുകയല്ലാതെ അവരെ മനസ്സിലാക്കി ജീവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. കാന്തപുരം ഉസ്താദ് കണ്ടില്ലേ, എപ്പം മൈക്ക് കിട്ടിയാലും പറയുന്നുണ്ട് മടവൂർ മഹാനരുടെ കറാമത്തുകൾ. കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഹയാത്ത് കാലത്ത് പോയി പരിശോധിച്ചതും. 3 ആളെ പരിശോധിച്ചിട്ടുണ്ട്. കൊരൂല സേഖ്, കതിരൂര സേഖ്, മടവൂർ സേഖ് എന്നാണ് ഇവിടെ 3 ആളുകളെ ഉണ്ടായത്. 2ഉം കള്ളന്മാരാണെന്ന് കൊടുത്തെങ്കിൽ ഇത് തുല്യതയില്ലാത്ത മഹാനാണെന്നും വിധി കൊടുത്തു. ചുരുക്കി പറയാ. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഉണർത്തൽ നിർബന്ധമായിരിക്കുന്നു. ഇത് അപകടത്തിലേക്ക് പോകുന്നുണ്ട്. ഈ നിലക്ക് പോയാൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ തകരും, യാതൊരു സംശയവും ഇല്ല. ഇനി ഞാനൊന്ന് പറയട്ടെ, ആരിഫീങ്ങളായ ഔലിയാക്കളും അതേപോലെ തന്നെ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരും തമ്മിൽ പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ആ വിഷയത്തിലേക്കാണ്. മറ്റത് ഞാൻ തൽക്കാലം നിർത്തിവെക്കാണ്. പറയാൻ ഒരുപാടുണ്ട്, കേട്ടതും കണ്ടതും ഒക്കെ. അതിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ. ഇനി ഇതിൽ നിന്ന് പല ആളുകളും സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ഖിളിർ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട സന്ദർഭം എന്താണ്? ആ സന്ദർഭം പോയി കണ്ടു. അള്ളാഹിൻ്റെ കൽപ്പനയാണല്ലോ പോയി കാണാനും കൂടെ നടക്കാനും. ചെന്നു. ആദ്യം തന്നെ പറഞ്ഞത്, മൂസയെ നമ്മളമ്മ ശരിയാവില്ല, വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ടാണ്. ഉടനെ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യൂല, ഞാൻ ചെയ്യണ എനിക്ക് ഇഷ്ടപ്പെടൂല മൂസേ, വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ടാന്ന് പറഞ്ഞു. പക്ഷേ സംസാരിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് പോയി കപ്പലിൽ കയറി. ആദ്യം കപ്പലാ പൊളിച്ചത്. ഉടനെ ചോദിച്ചു, ഇത് ആരാൻ്റെ മുതലല്ലേ, മറ്റൊരാളുടെ മുതലല്ലേ, എങ്ങനെ പൊളിക്കലെന്ന്. അന്നേരം പറഞ്ഞു, മൂസേ നമ്മളുള്ള കരാറ് മറന്നുപോയോ? ഇല്ല, എന്നെ ശൈത്താൻ പഠിപ്പിച്ചതാണ്, ഞാൻ ഇനിയൊന്നും പറയൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂടെ പോയി ഈ കപ്പൽ പൊളിച്ചു. പിന്നെ കപ്പലിൽ നിന്ന് ഇറങ്ങി പിന്നെ വീണ്ടും യാത്ര തുടർന്നു. ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്, അതിൽ നിന്ന് കാഴ്ചപ്പാടിൽ നല്ലൊരു മോന്, ഈ മോനെ പതുക്കെ മാടി വിളിച്ചിട്ട് തറ്റാട്ട് വന്നാനി. മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചു. ദേഷ്യത്തിലാണ് പിന്നത്തെ ചോദ്യം വരുന്നത്, ഇതെന്താണ്, ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇത് കൂട്ടത്തിലില്ലല്ലോ, ഇതിനെ നിങ്ങൾ എന്തിനു കൊന്നു? അങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മൂസേ അന്നേരം തിരിച്ച് അങ്ങോട്ടും കുറച്ച് കരുത്തിൽ തന്നെയാണല്ലോ പറഞ്ഞത്. മൂസേ നമ്മളമ്മ ശരിയാവില്ല. അവിടെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം മാപ്പ് പറയുകയും നേരെ വീണ്ടും യാത്ര തുടർന്നതിൻ്റെ മുമ്പ് പറഞ്ഞു, ഇനി ഒന്നുണ്ടായാൽ നമ്മൾ തമ്മിൽ പിരിയും. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് കുറേ നാട്ടുകാർ അന്താക്കിയയിലെത്തി. അന്താക്കിയെന്ന് വെള്ളത്തിന് ദാഹിച്ചിട്ട് വലഞ്ഞ് ഭക്ഷണവുമില്ല, വളരെ വിഷമത്തിൽ ഇങ്ങനെ പോണ സമയത്താണ് വലിയൊരു പറമ്പിൽ നല്ലൊരു പുരണ്ട്. അവിടെ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചു നോക്കാൻ പറഞ്ഞ് വെള്ളവും കൂടി കൊടുത്തില്ലേറ്റോളൂ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് വെള്ളം കൊടുത്തില്ല. അങ്ങനെ ചുരുക്കി പറയാ,
അവർ പിന്നെ തിരിച്ചു പോന്നതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ നബി അലൈഹി സ്വലാം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ വലിയൊരു പറമ്പിൻ്റെ ഒരു മൂലയിലുണ്ട് ഒരു ചുമര് കേട് വന്ന് കിടക്കണം. ഒരു കോമ്പൗണ്ട് വാൾവിൻ്റെ ഒരു സൈഡുണ്ട് വടക്കായി കിടക്കുന്നു. ഉടനെ തന്നെ നമുക്കിതൊന്ന് കെട്ടിക്കാണോന്ന് പറഞ്ഞു. ഏതായാലും മതിലെട്ടാനൊക്കെ വലിയ രണ്ടാളും കൂടി കെട്ടി കഴിഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യം, വെള്ളം ചോദിച്ചിട്ട് അതും കൂടി തരാത്തവൻ്റെ കെട്ടാണോ കെട്ടിക്കൊടുത്തത്? ഉടനെ പറഞ്ഞു ഫിറാഖ് ബൈനി വബൈനക്ക്, അങ്ങനെ പിരിയാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് ആദ്യത്തെ കരാറുണ്ട്, ഇനി ഒന്നും കൂടി സംഭവിച്ചാൽ പോകില്ല, ഒന്നുമില്ല. അങ്ങനെ പിരിഞ്ഞു. ഇവിടെ തമ്മിൽ കുഴപ്പങ്ങളല്ലേ ഉണ്ടായത്? സംസാരം കാണുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിക്കുന്നു, ഇതല്ലേ ഉണ്ടായത്. അപ്പം ആരിഫീങ്ങളായ ഔലിയാക്കളും പണ്ഡിതന്മാരും തമ്മിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പിരിയാന്ന് വെച്ച സമയത്ത് സംഗതിയൊക്കെ വെളിവാക്കി കൊടുത്തു. മുസൈൻ്റെ പ്രവർത്തനം നിന്നോണം എന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോരുകയും ചെയ്തു. ഞാൻ അതവിടെ വെച്ചതിൻ്റെ കാരണം എന്താ അറിയുക, അമ്പിയാക്കളുടെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്, അത് നടക്കുകയും ചെയ്യും, പിൽക്കാലത്തും നടക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുനാഫിക്കിന് മയ്യത്ത് കയറ്റാൻ വേണ്ടി പോയപ്പോൾ പിടിച്ചു. അന്നേരം പറഞ്ഞത്, ഉമറേ ഞാൻ നബിയാണ്, എനിക്ക് നിർദ്ദേശം വരുമെന്ന്. അപ്പം ഇല്ലാന്നല്ല, അതൊക്കെ നടക്കും. എന്നാൽ പിൽക്കാലത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ചരിത്രം ഞാൻ കേൾക്കാനിടയായി. എന്തേ നിസാമുദ്ദീൻ ഔലിയുള്ള സമയത്ത് അവിടെ ഒരു ശരീഅത്തിൻ്റെ വലിയൊരു പണ്ഡിതനുണ്ട്, തുല്യതയില്ലാത്ത കിതാബിൻ്റെ സർവ്വ ഫന്നുകളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ശരീഅത്തിൻ്റെ ഒരു പണ്ഡിതനും നിസാമുദ്ദീൻ ഔലിയയും അവിടെയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിസാമുദ്ദീൻ ഔലിയൻ്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ഈ പണ്ഡിതനെ പറ്റിയിട്ട് നിസാമുദ്ദീൻ ഔലിയ കുറ്റം പറയും. എന്നാൽ ഈ പണ്ഡിതൻ കാണുന്നവരോടൊക്കെ നിസാമുദ്ദീൻ ഔലിയനെയും കുറ്റം പറയും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കുറ്റം പറയും. കുറ്റം പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നിസാമുദ്ദീൻ ഔലിയ മഹാനർക്ക് യാത്ര പോകാനായിട്ടുണ്ട് ബർസഖിയായ ലോകത്തേക്ക്. ഇതിൻ്റെ പനിങ്ങ് പിടിച്ചു. അങ്ങനെ പനി പിടിച്ചപ്പോൾ, ഇങ്ങനെ നിസാമുദ്ദീൻ ഔലിയക്ക് പനി പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഈ പണ്ഡിതൻ ശിഷ്യന്മാരെയും കൂട്ടി ആളുകളെയും കൂട്ടി നിസാമുദ്ദീൻ ഔലിയയെ സന്ദർശിച്ചു. പോകുന്ന പോക്കിൽ ഈ പണ്ഡിതൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നിസാമുദ്ദീൻ ഔലിയ അന്ന് തുല്യതയില്ലാത്ത രാജകീയ പദവിയിൽ സ്വീകരണമാണ് ഒരുക്കിയത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സാധാരണ ശിഷ്യന്മാർ അതുപോലെ തന്നെ മുരീദുമാരൊക്കെ ചെയ്യൽ പരിപാടി കഴിഞ്ഞിട്ടാണ് ചോദിക്കാം. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ തന്നെയാണല്ലോ, കുട്ടീനെ കൊന്നതിന് ശേഷമാണല്ലോ ചോദിച്ചത്, കപ്പൽ പൊളിച്ചതിന് ശേഷമാണല്ലോ ചോദിച്ചത്, മതിൽ കെട്ടിയതിന് ശേഷമാണല്ലോ ചോദിച്ചത്. എന്താട്ടെ ചോദിച്ചു. ഈ പണ്ഡിതനോട് ശിഷ്യന്മാർ ചോദിച്ചു, അല്ല നിങ്ങൾ കുറ്റം പറയുന്ന, നിങ്ങൾ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനല്ലേ അത്, എന്തേ സന്ദർശിക്കാൻ പോയതിൻ്റെ രഹസ്യം? ഉടനെ ആ പണ്ഡിതൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബാണ് മറ്റ് നിസാമുദ്ദീൻ, ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബാണ്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലല്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന് കാരണം വേറെയുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബാണ്. കാരണം അവിടെ വേണ്ടവർ അവിടെ തന്നെ നിൽക്കണം, ഇവിടെ നിൽക്കേണ്ടവർ ഇവിടെ തന്നെ നിന്നോളണം. ചിലപ്പോൾ ചിലത് കണ്ടിട്ട് അങ്ങോട്ട് ചില ആളുകൾ ശരീഅത്തിൻ്റെ ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ അവർക്കിത് കൊണ്ട് നടക്കാൻ കഴിയാതെ അവർ സ്വീപ്പാവും. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നമാണെന്ന് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ ഫരീദ് ഔലിയപ്പാപ്പ അല്ല നിസാമുദ്ദീൻ ഔലിയപ്പാപ്പനോട് ചോദിച്ചു, മുരീദന്മാർ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണ ആളല്ലേ എന്തേന്ന്. അന്നേരം പറഞ്ഞത്, ഈ കാലഘട്ടത്തിൻ്റെ ശരീഅത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ് മഹാനവി, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലല്ല. പക്ഷെ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേറെ കാരണം ഉണ്ട്, അത് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ റബ്ബിലേക്കുള്ള വഴിയിൽ നിന്ന് രണ്ട് വഴിയാണ്. ആ രണ്ട് വഴിയിലൂടെ ഒന്ന് ആരിഫീങ്ങളായ ഔലിയാക്കൾ ചരിക്കുന്ന ഒരു വഴിയും ശരീഅത്തനുസരിച്ച് പൊതുജനങ്ങൾ ജീവിച്ച് പോകേണ്ട മറ്റൊരു വഴിയും. ഈ വഴിയാണ് ഖിളിർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും കൂടെ പറഞ്ഞത്. അതാണ് CM മഹാനര് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്, ഞങ്ങളുടെ തെരീക്കിലേക്ക് വരാൻ പാടില്ല, നിങ്ങൾ മൂസാ അലൈഹി സ്വലാമിൻ്റെ തെരീക്കിലും ഞങ്ങൾ ഖിളിർ അലൈഹി സ്വലാമിൻ്റെ തെരീക്കിലുമാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, ജനങ്ങൾക്ക് വയത് പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ സംസ്കരിച്ചെടുക്കണോ. ശൈഖുനാനോട് നേരിട്ട് അങ്ങ് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് പറയണ്ടായി.
അന്ന് കാന്തപുരം ഉസ്താദ് പറയുന്നത് എനിക്ക് കട ഉള്ളത്, അന്നേരമാണ് എന്നോട് സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നെ മർക്കസ് വന്ന് രൂപമൊക്കെ പറയണ്ട, അതൊക്കെ നമ്മൾക്കൊപ്പം വിശദീകരിക്കേണ്ട, പിന്നാക്കാം, ചുരുക്കി പറയട്ടെ. അപ്പോൾ പണ്ഡിതന്മാർ തമ്മിൽ അങ്ങനെ ഉണ്ടാകും സാധാരണ. ആരെങ്കിലും ഹയാത്ത് കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുഖവിൽക്കെടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മേതായ ഒരു തെരീക്കുണ്ട്, ആ തെരീക്കിലൂടെ പോകണം. എന്താണത്? നമ്മൾ നമ്മുടെ ആലിമീങ്ങളനുസരിച്ച് ഇങ്ങോട്ട് തന്നെ ജീവിച്ചു പോവുക. എന്നാൽ വഫാത്തിന് ശേഷവും കുറ്റം പറഞ്ഞാൽ, ശൈഖുനാന്റെ വഫാത്തിന് ശേഷവും കുറ്റപ്പെടുത്തിക്കണമെങ്കിൽ അങ്ങനത്തെ ആളുകളെ നമ്പർ വെച്ചോളണം. ഹയാത്ത് കാലത്തും പറഞ്ഞു, വഫാത്തിന് ശേഷവും പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ആളുകളെ നമ്പർ വെച്ചോളണം. കാരണം അവർ കുണത്തിനുള്ളതല്ല. ഇവിടെ പിന്നെ ഖിദ്ർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും സംഭവിച്ചത് എന്താണ്? അവസാനം ഓക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ നിസാമുദ്ദീൻ ഔലിയും പണ്ഡിതൻ എന്താണ്? നേരിട്ട് ഓക്കെയാണ്. അതിലൊന്നും ഒരു അംശവും ഇല്ല. അവസാനമാകുമ്പോഴത്തേക്ക് ഓക്കെ ആകുകയാണ്. ഇത് അങ്ങനെയല്ലാതെ തരം താഴ്ത്തി വീണ്ടും വീണ്ടും സംസാരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നേരത്തെ ഒരു ചർച്ച ഞാൻ കേട്ടയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സഖാഫിമാരിങ്ങനെ പറഞ്ഞത്, ഇവന്മാരൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഉണ്ടാവില്ല. അപ്പം പിന്നെ അന്നേരം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവന്മാരെ കൈകാര്യം ചെയ്യാനൊക്കെ നമ്മൾ കൊണ്ട് കഴിയുമായിരുന്നു, പക്ഷേ ഉസ്താദിൻ്റെ വെറുപ്പ് സമ്പാദിച്ചുകൂടാണ്. ഉസ്താദിൻ്റെ അടുത്ത് വിവരം എത്തിക്കഴിഞ്ഞാൽ ഉടനെ പറയും അങ്ങനെ വിവരം എത്തിയിട്ടാണ് വിധേയികളുമായ ബന്ധത്തിൽ ചെറിയൊരു ഇളവ് സംഭവിക്കുന്നുണ്ട് എന്ന് വിവരം എത്തിയിട്ടാണ് ഉസ്താദ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം എറണാകുളത്ത് വെച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലങ്ങളെ തരം താഴ്ത്തുന്ന, അതേപോലെ തന്നെ പിന്നെ മഹാന്മാരായ ആളുകളെ തരം താഴ്ത്തുന്ന വിധേയികളൊക്കെ തന്നെ കാഫിർ തന്നെയാണ്, മുസ്ലിമെ അല്ല എന്ന് അവിടെ വെച്ച് പറഞ്ഞെങ്കിൽ, കോഴിക്കോട് വെച്ചിട്ടൊരു പരിപാടിയിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, സംഘടനയിൽ വിധേയികൾ കയറിക്കൂടുന്നത് സൂക്ഷിക്കണം. നമ്മൾക്ക് കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്ന്. ഇത് സൂക്ഷിക്കേണ്ട ചില വാക്കുകളാണ് കാന്തപുരം ഉസ്താദാണ് അത് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. അവർ കയറിക്കൂടാൻ, മറ്റവർക്ക് കയറിക്കൂടാനുള്ള എല്ലാ വഴികളും വെച്ചു കൊടുത്തു. അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങളും ഇങ്ങേപ്പുറം വെച്ചു കൊടുത്താൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആളുകൾ ഹൃദയത്തിൽ വിധേയികളോട് പ്രേമം വരികയും സുന്നത്ത് ജമാഅത്തിനോട് താഴ്ചയായിട്ട് കാണുകയും ചെയ്ത് ഈമാൻ തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്നതിന് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ച് കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ, അവരെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് തകരും. പലസ്തീനിലെ മക്കൾക്ക് ഇന്നുണ്ടായ ആ ദുരന്തത്തിനേക്കാളും വലിയ ദുരന്തം നമ്മുടെ ഭാരതത്തിൽ വരികയും ചെയ്യും. ഇത് സൂക്ഷിക്കേണ്ടതാണ്. അവിടെ വിധേയികൾ സംഘടനയിൽ കയറിക്കൂടി അവർ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് മുന്നോട്ട്, സംഘടനാ പ്രവർത്തനം ആയിക്കോട്ടെ, പക്ഷേ വിധേയികൾക്കുള്ള വകുപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം അത് അംഗീകരിക്കാൻ കഴിയില്ല. വിധേയികൾക്ക് അവസാന പാടിയിട്ടുള്ള പിന്നെ സംഘടനാ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല. സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ സംഘാടകരെ സൂക്ഷിക്കണം. കഴിഞ്ഞകാല കാന്തപുരം ഉസ്താദിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, സുലൈമാൻ ഉസ്താദ് പോലത്തെ ആളുകൾ ആ കാലഘട്ടത്തിൽ വ്യക്തമായും സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ സംഘടന മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ പിന്നീട് വരുന്ന ആളുകളിലേക്കാണ് ഈ അപകടാവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇത് ശ്രദ്ധിച്ചേ മതിയാവൂ. ശ്രദ്ധിക്കാതെ പോയാൽ അപകടമാണ്. സുന്നത്ത് ജമാഅത്തിനെ ഈ കാലഘട്ടത്തിൽ തന്നെ തേജോവധനം ചെയ്യാൻ, തുടച്ചു നീക്കാനുള്ള ആഗ്രഹവുമായി നടക്കുന്നവരാണ്. അവർ വലിയ ആളും മറ്റാൾ ചെറിയ ആളും ആക്കുന്ന സ്വഭാവമാണ്. ഇത് സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിക്ക തന്നെ ചെയ്യും. എനിക്ക് സംഘടനയുടെ പേര് പറഞ്ഞാട്ടോ ഒന്നും കളിക്കാൻ ഇപ്പം തൽക്കാലം കഴിയില്ല. സംഘടന നേരെ ചൊവ്വേ പോകുന്നുണ്ടെങ്കിൽ നമുക്കും വേണം. കാന്തപുരം ഉസ്താദിൻ്റെ കാലഘട്ടം ഇനി കഴിഞ്ഞു പോയി. കാരണം കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനം ഇനി നിയന്ത്രണ വിധേയം തന്നെയാണ്. അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് പൂർണ്ണ ആരോഗ്യത്തിലും ലെവലിലുണ്ടാകുന്ന സമയത്ത് എന്ത് കണ്ടാലും നേരായിട്ട് കയറി ചെന്ന് വിഷയമായിട്ട് പറയായിരുന്നു. ഞാൻ എത്രയോ വിഷയം പറഞ്ഞതാണ്. ഉസ്താദ് ഉടനെ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കിയതും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതൊക്കെ പോയി, കാണാൻ കഴിയില്ല, പറയാൻ കഴിയില്ല.
പറഞ്ഞു ഉസ്താദ് കേട്ടിട്ട് തന്നെ കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിന്റെ സ്വഭാവം നടക്കുന്നത്. ഇത് അപകടമാണ്. ഇത് ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കലാണ്. നാളെ വയലെന്ന ചരുവിൽക്കും പോണ്ടി വരും. അക്കാര്യം ആരും മറന്നു പോകണ്ട. ഇബ്നു സക്കനൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ പല ആളും പോയത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അതൊക്കെ അപകടമാണ് എന്ന് മാത്രം പറയട്ടെ. സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ അഖീദയിൽ മാത്രം ഉറച്ചു നിൽക്കണം. കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഉഖ്റവിയായി ചിന്തിക്കുന്ന പല പണ്ഡിതന്മാരും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പല പണ്ഡിതന്മാരും നിലനിൽക്കുന്നുണ്ട്. അവരോടൊക്കെ കണ്ടിട്ട് ചർച്ച ചെയ്തിട്ട് നമ്മളൊരു പണി ചെയ്താൽ മതി. നിസ്കാരത്തിൻ്റെ സർത്തും പറലും പഠിക്കുക, കച്ചവടത്തിൻ്റെ സർത്തും പറലും പഠിക്കുക, ജോലിയുടെ സർത്തും പറലും പഠിക്കുക. അങ്ങനെ അത് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ച് പരിപൂർണ മോമിനായിട്ട് മരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും യൂട്യൂബിൽ വല്ലതും കേട്ടിട്ട് അതിൻ്റെ വയ്യെ കോടാൻ നിൽക്കണ്ട. അത് അപകടമാണ്. അത് അപകടത്തിലേക്കേ നമ്മൾ എത്തിക്കുള്ളൂ. നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോയച്ചാൽ മതി. മഹാന്മാരോട് സഹായം തേടൽ നിർബന്ധമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാ പറഞ്ഞ ഇന്നമാ വലിയക്കും അല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനൂ വാവിട്ടാ പറഞ്ഞത്. അപ്പോൾ അവരോട് ചോദിച്ചോളണമെന്നായി അതിന് വയനട്ടുക. ആ മഹാന്മാരായ ആളുകളോട് ചോദിച്ചോളണം. അവർ തരാൻ അർഹരാണ്, അവർ തരും, ചോദിക്കപ്പെടാൻ അർഹരാണെന്നല്ലേ അതിൻ്റെ മാന കിട്ടുക. അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം അല്ല പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിര് കടന്നിട്ട് കുറേയും കൂടി മുകളിലേക്കാട്ട് എത്തിയിട്ട് അള്ളയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ഘട്ടം വരും. ഈ കാണുന്നതാണ് അള്ളാന്ന് തോന്നിപ്പോണ ഘട്ടം വരും. അവിടെ അള്ള ബ്രേക്ക് കൊടുക്കണം. അന ബഷറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. അത് സ്വഹാബത്തെ ഇക്റാമിൻ്റെ ഇടയിൽ ചെറിയ സംശയം. ഇത് തന്നെയാണ് അള്ള, കാണുന്ന ശരീരമാണ് അള്ള എന്ന് തോന്നിപ്പോയിക്കുക. അപ്പം എന്താക്കി ഇങ്ങനെ പറഞ്ഞു. അതല്ല, അള്ള വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പുറത്ത് അധികാരങ്ങളുണ്ട്. ഞാൻ നേരത്തെ റേഷനെ പറ്റി പറഞ്ഞിരുന്നു. ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. റേഷനെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക് ഇടേണ്ടടുത്ത് ബ്രേക്ക് ഇടും. അത് അള്ളയാണ്. മടവൂർ മഹാനർ അള്ളയാണ്. അത് നമ്മൾ മടവൂർ മഹാനരെ കണ്ടത് അവർക്ക് കൊടുത്ത വാഹനമാണ് നമ്മൾ കണ്ടത്. മടവൂർ മഹാനർക്ക് കൊടുത്ത വാഹനമാണ് നമ്മൾ കണ്ടത്. ആ കാണുന്ന ശരീരം അവർക്കുള്ള വാഹനമാണ്. മടവൂർ മഹാനര് എന്ന ഒന്നുണ്ട്. അതിനെ തൊട്ടാണ് പറഞ്ഞത്. ഏതുപോലെ ഞാനായിത്തീരുമെന്ന് അള്ള പറഞ്ഞതുപോലെ അവരുടെ കൈകാലുകൾ ഞാനായിത്തീരും എന്ന് പറഞ്ഞതുപോലെ അത് അള്ളയാകുന്ന കത്തിജ്വലിക്കുന്ന പ്രകാശഗോപുരത്തിലേക്ക് മടവൂർ മഹാനരാകുന്ന ഇരുമ്പെടുത്ത് വെച്ചു. മുത്തുനിബിതങ്ങളാകുന്ന ഇരുമ്പ് അതിലേക്ക് വെച്ച് നേരത്തെ റെഡിയാണ്. തങ്ങളാകുന്ന ഇരുമ്പ് അതിലേക്ക് വെച്ചു. എല്ലാം പ്രകാശിക്കൽ തുടങ്ങി. അവിടെയാണ് അനല്ലാന്ന് പറഞ്ഞത്. എടുത്ത് പുറത്ത് വെച്ചാലോ ബൽആനായി പോകും. ഇത് പുറത്ത് വെക്കാത്തോടത്തോളം കാലോ അനല്ല. അവിടെയാണ് പറഞ്ഞത്. അല്ലാതെ കാണുന്ന ശരീരമാണെന്ന് പറഞ്ഞാൽ അപകടം വരുത്തും. ഇവിടെ റബ്ബിലേക്കാണ്. അള്ള എന്ത് തൃപ്തിപ്പെട്ടോ അത് അവർ തൃപ്തിപ്പെട്ടു. അള്ള എന്ത് വെറുത്തോ അവർ വെറുത്തു. അതിൻ്റെ അടയാളങ്ങൾ അങ്ങനെയാണ് വരിക. പിന്നെ ആ ഇതിൽ എത്തിക്കഴിഞ്ഞാൽ, ആ പ്രകാശഗോപുരത്തിൻ്റെ അതേ ശൈലിയിലായി കഴിഞ്ഞാൽ അവർക്ക് പല അധികാരങ്ങളും ഉണ്ട്. അത് കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ നൽകപ്പെട്ടതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട മടവൂർ മഹാനർ. ഇൻഷാ അല്ലാഹ് അത് പറയും. നിർത്തട്ടെ. അപകടത്തിലേക്ക് ആരും ചാടാതെ, മഹാന്മാരെ തരം താഴ്ത്തി ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ കള്ളന്മാരെ വലയപ്പെടുകയും വേണ്ട. കണ്ടവനൊക്കെ മഹാനാണെന്ന് അറിയും. പണ്ട് ഏതോ എന്തായാലും മറ്റെന്താണ് ഏതോ ഒരു സുൽത്താൻ, അങ്ങനെ അയാൾ മരിച്ചപ്പോൾ നായിബ് സുൽത്താൻ വന്ന് സ്വന്തം മോന് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ഒരു വാക്കും വായിക്കാൻ കിട്ടാത്ത ഓനും കൊടുത്ത് നായിബ് സുൽത്താൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ അത് അപകടത്തിലേക്കുള്ള പോക്ക്. അയിറ്റാലിലേക്ക് പോയി ചാടണ്ട. അത് ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ നല്ല നല്ല മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ദീവണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പറയുക തന്നെ ചെയ്യും.